5 Mile. ഈ വീഡിയോ മുഴുവൻ കാണുമല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണേ. നമസ്കാരം. ചൈനയ്ക്ക് നോവുമ്പോൾ, ചൈനയ്ക്ക് തിരിച്ചടി കിട്ടുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ആർക്കാണ് വിഷമമുണ്ടാകുന്നത് എന്നത് മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് കോൺഗ്രസ്സുകാരും അവർക്കൊപ്പം നിൽക്കുന്നു, ചൈനയ്ക്കൊപ്പം നിൽക്കുന്നു. ഇതിപ്പോ സൂചിപ്പിക്കാൻ കാരണം, ഇന്ന് രാജ്യമെമ്പാടും ഒരു പ്രതിഷേധ ദിനാചരണം നടന്നിരുന്നു. CATU, AITUC, INTUC, മാവോയിസ്റ്റുകള്, മുസ്ലിം തീവ്രവാദ സംഘടനകള് ഒക്കെ അതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ട്രേഡ് യൂണിയൻസ് ആണ് സമരം നടത്തുന്നത് എന്ന് പറഞ്ഞാലും ചില ക്രൈസ്തവ ലോബികളും NGOസും ഒക്കെ അവർക്കൊപ്പം രംഗത്തുണ്ടായിരുന്നു. അപ്പൊ കാണേണ്ടത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ക്രൈസ്തവ, ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് നടത്തിയ പ്രതിഷേധത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. അതിന് കാരണം എന്താ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തുകൊണ്ടാ ചൈനയ്ക്ക് നോവുമ്പോൾ ഇവിടെ പ്രതിഷേധം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കൊറോണയ്ക്ക് ശേഷം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം മോശമായി. ജപ്പാനും ചൈനയും തമ്മിലുള്ള ബന്ധം പണ്ടേ മോശമായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തില് ഒരുപാട് കമ്പനികൾ, ചൈനയെ ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന അനവധി പ്രധാനപ്പെട്ട വലിയ കമ്പനികൾ മറ്റ് മേച്ചിൽപ്പുറങ്ങൾ തേടാൻ തയ്യാറായി. കുറെ പേർ വിയറ്റ്നാമിലേക്കൊക്കെ പോയി. മറ്റ് ആസിയൻ രാജ്യങ്ങളിലും ഉറപ്പ് അടിസ്ഥാനം കണ്ടെത്താൻ അല്ലെങ്കിൽ താവളം കണ്ടെത്താൻ ശ്രമിച്ച കമ്പനികൾ ചൈനയിലുണ്ട്. പക്ഷെ ജപ്പാന്റെയും അമേരിക്കയുടെയും കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചത് ഇന്ത്യയിലേക്ക് വരാനാണ്. ഈ കൊറോണ പ്രശ്നബാധിത കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറായ കമ്പനികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കുറെ സംസ്ഥാന സർക്കാരുകൾ തയ്യാറായി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് ഒക്കെ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു. ഈ കമ്പനികൾക്ക് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബാധകമാക്കി. അവർക്ക് ആവശ്യമുള്ള ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായി. അത് ഐഡന്റിഫൈ ചെയ്തു. അവർക്ക് വൈദ്യുതിയും മറ്റു സൗകര്യങ്ങളും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അതിനൊപ്പം ഒരു നിയമ ഭേദഗതി കൂടി കൊണ്ടുവരുന്നു, ഓർഡിനൻസ് മുഖേന ചില സ്റ്റേറ്റുകളിൽ. ഇന്ന് 8 മണിക്കൂറാണ് ഒരാൾക്ക് പരമാവധി ജോലി ചെയ്യാവുന്ന സമയം. 8 മണിക്കൂർ എന്നത് 12 മണിക്കൂറായിട്ട് കൂട്ടി. അതിനർത്ഥം 8 മണിക്കൂറിൽ ഏറെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുമെന്നല്ല. അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 12 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ജോലി ചെയ്യാം. അതിന് അധിക വേതനം അയാൾക്ക് ലഭിക്കും. ആ സൗകര്യമാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുത്തി. ഇന്ന് നമ്മുടെ നാട്ടിൽ അനവധി തൊഴിലാളികൾ ഓവർ ടൈം ജോലി ചെയ്യുന്നില്ലേ? അതിനൊരു നിയമ സാധുത കൊടുക്കുകയാണ് ചെയ്തത്. അതിന്റെ പേരില് ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ തൊഴിലാളി സമരവുമായിട്ട് ഇറങ്ങുകയാണ്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ മാർക്സിസ്റ്റുകാർ ഒരിക്കലും തയ്യാറായിട്ടില്ല. കൊച്ചിയില് ഒരു നിക്ഷേപക സംഗമം ഒരുക്കിയിരുന്നു ഈ പിണറായി സർക്കാർ. അതിന്റെ തൊട്ട് മുമ്പുള്ള 48 മണിക്കൂർ പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചവരാണ് അവര്.
എന്ത് മെസ്സേജാണ് അത് ലോകത്തിന് നൽകിയത്? എന്ത് മെസ്സേജാണത് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് നൽകിയത്? കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ ചിന്തിക്കില്ലേ? അതേ മാതൃക ദേശീയ തലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോ സീതാറാം യെച്ചൂരിയും പരിവാരങ്ങളും കൂടി ചേർന്നിട്ട് നടത്തുന്നത്. യെച്ചൂരിയുടെ ഒപ്പം CPI-കാരനുണ്ട്, ഡാനിയൽ രാജയുണ്ട്, കമ്മ്യൂണിസ്റ്റ് നക്സലൈറ്റ് ഗ്രൂപ്പുകളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ കോൺഗ്രസ്സുകാരുണ്ട്, INDUC അടക്കം. എന്തായാലും അവരുടെ സമരം നമ്മുടെ ഒന്നും ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. 5, 8, 10 പേരുകൾ അവിടെ എവിടെയൊക്കെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞിട്ടുണ്ടാവും. അതിനപ്പുറം കേരളത്തിൽ പോലും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഈ മനസ്സുണ്ടല്ലോ, ചൈനയ്ക്ക് നോവുമ്പോൾ ഇവിടെ ബഹളം വയ്ക്കുന്ന മനസ്സ്, ആ ദുഷ്ട മനസ്സ് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്, തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ? ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കുന്ന ഏതൊരു പദ്ധതി വന്നാലും അതിനെ തകർക്കാൻ വേണ്ടി, അതിനെ നശിപ്പിക്കാൻ വേണ്ടി കുറെ ദേശവിരുദ്ധ ശക്തികളുണ്ട്. മുൻപ് അവരൊക്കെ വന്നിരുന്നത് NGO-കളുടെ രൂപത്തിലാണ്, പരിസ്ഥിതി സംഘടന എന്നൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ ചില ക്രൈസ്തവ പ്രസ്ഥാനങ്ങള്, ചില കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ വിദേശത്ത് നിന്ന് പണം കൊടുത്തിരുന്നു. ചില ഇസ്ലാമിക സംഘടനകളുടെ സഹായവും കിട്ടിയിട്ടുണ്ട് അവർക്ക് പലർക്കും. ആ വിദേശ സഹായം നിന്നതോട് കൂടിയിട്ട് അവരുടെ ശല്യം കുറെ കുറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കാണേണ്ടത്, ഞാൻ 2-3 സംഭവങ്ങൾ ഓർക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ്ജ നിലയമാണ് കൂടംകുളത്തേത്. ഏതാണ്ട് 7500 മെഗാവാട്ട് വൈദ്യുതിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് തുരങ്കം വയ്ക്കാൻ രംഗത്ത് വന്നവരാരാ? പരിസ്ഥിതിയുടെ പേര് പറഞ്ഞിട്ടല്ലേ അവര് സമരം നടത്തിയത്? അതൊരു ചർച്ച് ഓറിയന്റഡ്, കമ്മ്യൂണിസ്റ്റ് ഓറിയന്റഡ്, ചർച്ച് കമ്മ്യൂണിസ്റ്റ് നെക്സസ് അവിടെ കണ്ടിരുന്നില്ലേ നമ്മള്? നമ്മുടെ അച്യുതാനന്ദൻ പോലും അവിടെ സമരത്തിന് ഒരിക്കൽ പോകാൻ തയ്യാറായതാണ്. പക്ഷെ ജയലളിതയുടെ സർക്കാരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് ആ സമരത്തെ തച്ചു തകർത്തു, തല്ലി പൊളിച്ചു കൊടുത്തു അവന്മാരെ മുഴുവൻ. അതുകൊണ്ടാണ് കൂടംകുളത്ത് ഉൽപാദനം നടന്നത്. ഇന്നിപ്പോ 750 മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്ത് നിന്ന് കേരളത്തിന് പോലും കിട്ടുന്നുണ്ട്. അത് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിലോ? വേറൊന്നും നമ്മൾ ഓർക്കേണ്ടത് ഒറീസയുടെ കാര്യമാണ്. ഏഷ്യയിലെ അയൺ ഓറിന്റെ നിക്ഷേപത്തില് വേണ്ട 60% ഒറീസയിലാണെന്നാണ് പറയുന്നത്. അത് എടുത്ത് ശുദ്ധീകരിച്ച് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒറീസയുടെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ മുഖം മാറും. അതിനായി രംഗത്ത് വന്നവരെ മുഴുവൻ പരിസ്ഥിതി സമരം നടത്തി ഇതേ ഗ്രൂപ്പ് ഓടിച്ചു. അതിന്റെ പിന്നിൽ കത്തോലിക്ക സഭയുണ്ട്, വിദേശ സഹായം പറ്റുന്ന NGOs ഉണ്ടായിരുന്നു. ഇന്ത്യ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ശക്തികൾ. ഒറീസ ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടാവില്ല എന്ന് മാത്രം. പക്ഷെ അവരുടെ സഹായത്തോടെ മാവോയിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അവസാനം ഒരു കൊറിയൻ കമ്പനി അവിടെ വന്നു. അവര് അയൺ ഓർ ഖനനം നടത്തുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് കുറെ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ, ഈ റോ അയൺ ശുദ്ധീകരിക്കാനുള്ള സംവിധാനം, അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്താൻ പറ്റുന്ന മറ്റ് കമ്പനികൾ ഒക്കെ തുടങ്ങാൻ തീരുമാനിച്ചു. ആദിവാസി മേഖലയാണെന്ന് പറഞ്ഞ് ആദിവാസികളെ സംഘടിപ്പിച്ച് അവരെ മുഴുവൻ ഓടിച്ചു. കോടതിയിലും പോയി, സുപ്രീം കോടതി വരെ പോയി. അവര് കോടിക്കണക്കിന് ഉറുപ്പിക മുടക്കിയിട്ട്. ആരാ ഈ ആദിവാസികളുടെ പേരും പറഞ്ഞ് നടത്തിയത്? ക്രൈസ്തവ സഭയായിരുന്നു. അവരുടെ താല്പര്യം എന്തായിരുന്നു? ആ അയൺ ഓർ അവിടെ ശുദ്ധീകരിച്ച് അവിടെ വ്യാവസായിക സ്ഥാപനങ്ങൾ വന്നാൽ കേരളം, ഇന്ത്യയിലല്ല, ഒറീസ രക്ഷപ്പെടും, ഇന്ത്യ രക്ഷപ്പെടും. അത് പാടില്ലെന്ന് അവർ തീരുമാനിച്ചു. ഇന്നിപ്പോ
അവിടെ അവിടെ നമ്മൾ കുഴിച്ചെടുക്കുന്ന അയൺ ഓറ് നേരെ പോകുന്നത് ചൈനയിലേക്കാണ്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവർ സമരം നടത്തിയിരുന്നത്? ആ ചൈനീസ് കണക്ഷൻ നമുക്ക് കണ്ടുകൂടെ? തമിഴ്നാട് ഇതേപോലെ തന്നെ ക്രൈസ്തവ, അർബൻ നക്സൽ, മുസ്ലിം, കമ്മ്യൂണിസ്റ്റ് നെക്സസിന്റെ ഒരു കേന്ദ്രമാണ്. DMKയുടെ സമീപനവും അവർക്ക് അനുകൂലമാകുന്നു പലപ്പോഴും. ചെന്നൈ സേലം 8 വരി പാത നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനായിട്ട് സമരം നടത്തുന്നത് ആരാ? ഈ കൂടംകുളത്ത് സമരം ചെയ്ത അതേ വർഗത്തിൽപ്പെട്ടവരാണ്. ആ നിർമ്മാണ പ്രവർത്തനം നടന്നാൽ ഏതാണ്ട് 30 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുമെന്നാണ് കണക്ക്. 30 ലക്ഷം പേർക്ക്. ഇവരുടെ ഇടപെടൽ മൂലം അതും തടസ്സപ്പെട്ടിരിക്കുന്നു. വേറൊന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ തൂത്തുക്കുടിയിലെ സ്റ്റെർലൈറ്റ് സമരം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തിയിരുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണത്. പരിസ്ഥിതിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇതേ ഗ്രൂപ്പ് സമരം ചെയ്ത് അത് പൂട്ടിച്ചത്. അതിന്റെ ഗുണഭോക്താവ് ആരാ? പാകിസ്ഥാനിൽ ചൈന സ്ഥാപിച്ചിട്ടുള്ള കമ്പനികൾ തന്നെ. അവർക്ക് 40% ഓർഡറുകൾ കിട്ടുന്നു എന്നാണ് ഇന്ന് പറയുന്നത്. അപ്പോ തൂത്തുക്കുടിയിലെ ഇന്ത്യയുടെ കമ്പനി പൂട്ടിച്ചാൽ നേട്ടം ഉണ്ടാക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും. അതിന്റെ ബന്ധം നമുക്ക് മനസ്സിലാവേണ്ടതല്ലേ? ഞാൻ സൂചിപ്പിച്ചത് പീയൂഷ് മനുഷ്, N ജയറാം, PS ഉദയകുമാർ, സെബാസ്റ്റ്യൻ സീമാൻ, ഫാത്തിമ ബാബു, D രാജ, ഇങ്ങനെ വികസന വിരുദ്ധ മനോഭാവവുമായി ദേശവിരുദ്ധ സമീപനവുമായി നടക്കുന്ന കുറെ നേതാക്കന്മാരെ നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ കഴിയും. ഇവർക്കൊക്കെ പിന്നിൽ ചർച്ചുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇവരുടെയൊക്കെ തോളോട് ചേർന്ന് ഇസ്ലാമിക സംഘടനകളുണ്ടെന്നതാണ് ദുഃഖം. ഇവർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയുണ്ടെന്നതാണ് നമ്മൾ കാണേണ്ടത്. കോൺഗ്രസ്സുകാരും ഇന്ന് അവർക്കൊപ്പം നിൽക്കുന്നു. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഡോക്ലാമിൽ ചൈനീസ് ആർമി ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറായി നിന്ന സമയത്ത്, സംഘർഷം മുറ്റി നിൽക്കുന്ന സമയത്ത്, രാത്രിയുടെ മറവിൽ തലയിൽ മുണ്ടിട്ട് ചൈനീസ് എംബസി പോയി രഹസ്യം സംസാരിച്ചത് ആരാ? രാഹുൽ ഗാന്ധിയല്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും വിവരം ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയോടോ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനോടോ ചോദിച്ചിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നില്ലേ? അതിന് പകരം ചൈനയുമായിട്ട് എന്ത് രഹസ്യം ചർച്ച ചെയ്യാനാണ് അദ്ദേഹം പോയത്? ഇന്ത്യക്ക് റഫാൽ യുദ്ധവിമാനം വാങ്ങാൻ തീരുമാനിച്ചപ്പോ അത് കൊള്ളുമായിരുന്നതാർക്കാ? പാകിസ്ഥാനും ചൈനയ്ക്കുമാണ്. അതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി രംഗത്തിറങ്ങി കള്ളപ്രചരണം നടത്തിയത് അതാരാ? ഈ കമ്മ്യൂണിസ്റ്റുകളും രാഹുൽ ഗാന്ധിയുമല്ലേ? ഞാൻ സൂചിപ്പിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, മാവോയിസ്റ്റ്, ക്രിസ്ത്യൻ താല്പര്യങ്ങൾ അത് രാജ്യത്തിന് വേണ്ടിയിട്ടല്ല, ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്, പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്, ഇന്ത്യക്കെതിരായിട്ടാണ്. അതാണ് ഇന്ന് നടന്ന സമരത്തിന്റെ മറ്റൊരു മുഖവും. അതാണ് ലോകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ ദേശസ്നേഹികൾ ശ്രദ്ധിക്കേണ്ടത്. നമസ്കാരം.